ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളിലൊന്നാണ് ഒരു ഭരണകക്ഷി കൂടിയായ BJP. അവർക്ക് എന്തുകൊണ്ടാണ് രാജ്യത്തെ കർഷകരോട് ഇത്ര ശത്രുത? നമ്മുടെ കർഷകർ അവരുടെ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരരംഗത്തുണ്ട്. അവർക്കെതിരെ എന്തുകൊണ്ടാണ് BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ വിഷം ചീറ്റുന്നത്? കളമൊഴിഞ്ഞ മുൻകാല നടി സ്മൃതി ഇറാനിക്ക് പകരം BJP ഇപ്പോൾ രംഗത്തിറക്കിയിട്ടുള്ള കങ്കണ റനൌട്ട് എന്ന നടിയെ BJP കയറഴിച്ച് വിട്ടിരിക്കുകയാണോ? കാർഷികോൽപ്പന്നങ്ങൾക്ക് ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ്, താങ്ങുവില, അത് ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പടിഞ്ഞാറൻ UP, ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളിലെ കർഷകരിപ്പോൾ സമരരംഗത്താണ്. അവർ ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പല തലങ്ങളിൽ പോരാട്ടം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ദിനപത്രത്തിന് അനുവദിച്ച ഒരു പരിപാടിയിൽ ഈ കങ്കണ റനൌട്ട്, അവരിപ്പോൾ MP ആണ്, ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള BJPയുടെ MP ആണ്, വളരെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ആളാണ്. ആ സ്ത്രീ ഈ കർഷകരെ ആക്ഷേപിച്ചും അപമാനിച്ചും കൊണ്ട് ചില പ്രസ്താവനകൾ നടത്തുകയുണ്ടായി. ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിന് നിർബന്ധിതരാകുന്നത്. വളരെ ദീർഘദൃഷ്ടിയുള്ള മോദിയുടെ സർക്കാർ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കർഷക സമരത്തെ തുടർന്ന് ഇന്ത്യയിൽ ബംഗ്ലാദേശിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്നാണ് കങ്കണ റനൌട്ട് പറഞ്ഞത്. അമേരിക്ക, ചൈന തുടങ്ങിയ വിദേശ ശക്തികൾ രാജ്യത്തിനുള്ളിലെ ചിലരുമായി സഹകരിച്ചുകൊണ്ട് നമ്മെ നശിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. അതിന് അനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഈ കർഷക സമരക്കാർ ചെയ്യുന്നത്. ആ സമരവേദിയിൽ മൃതദേഹങ്ങൾ തൂങ്ങിക്കിടക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. ഇതാണ് കങ്കണ റനൌട്ട് വളരെ പരസ്യമായി പറഞ്ഞ വാക്കുകൾ. എന്താണ് ഈ സ്ത്രീ പറഞ്ഞതിൻ്റെ അർത്ഥം? അമേരിക്ക, ചീന മുതലായ വിദേശ ശക്തികളുടെ സഹായത്തോടു കൂടി ഇന്ത്യയിലെ കർഷകർ നമ്മെ അന്നമൂട്ടുന്ന ആളുകളാണ്. നമുക്ക് വേണ്ടി ഭക്ഷ്യസാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഭാഗമാണ്. അവർ ഈ പറഞ്ഞ വിദേശ ശക്തികളുടെ സഹായത്തോടെ ഇന്ത്യയെ നശിപ്പിക്കുന്നതിനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെ ചില ആളുകൾ, സ്വാഭാവികമായിട്ടും കങ്കണ ഉദ്ദേശിക്കുന്നത് രാഹുൽ ഗാന്ധിയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ആയിരിക്കും. അവരുടെ സഹായത്തോടെ കർഷകരിത് ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ സമരവേദികളിൽ കൊലപാതകങ്ങൾ നടക്കുന്നു. അതാണല്ലോ മൃതദേഹങ്ങൾ തൂങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. ഈ സ്ത്രീ എന്തൊക്കെയാണ് പറയുന്നത്? ആരെപ്പറ്റിയാണ് പറയുന്നത് എന്നെങ്കിലും അവർ ആലോചിക്കണ്ടേ? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഒരു MPക്ക് ലൈസൻസ് കൊടുത്ത ആരാണ്? നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ അവർ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു ആളാണ്, ജനപ്രതിനിധിയാണ്. ഇങ്ങനെയൊക്കെ അവർക്ക് പറയാൻ സാധിക്കുമോ? നേരത്തെ ഒരിക്കൽ അവർ പറഞ്ഞു, നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന്. അത് വലിയ വിവാദം സൃഷ്ടിച്ചതാണ്. അന്ന് BJPയുടെ തന്നെ ഒരു നേതാവായ വരുൺ ഗാന്ധി ചോദിച്ചു, എന്താ ഈ സ്ത്രീക്ക് ഭ്രാന്താണോ എന്ന്. ഇപ്പോൾ ഇന്ത്യയിലെ കർഷകരെക്കുറിച്ച് അവർ പറയുന്നത് കേൾക്കുമ്പോൾ അതേ ചോദ്യം ചോദിക്കാനാണ് തോന്നുന്നത്. ഇവർക്ക് എന്തു പറ്റി? ഈ പ്രസ്താവന വന്നപാടെ BJP കങ്കണ റനൌട്ടിനെ തള്ളിപ്പറഞ്ഞു. അവരുടെ വായ പൂട്ടാൻ ചില ശ്രമങ്ങൾ നടത്തി. നയപരമായ കാര്യങ്ങൾ പറയാൻ കങ്കണയെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പാർട്ടി ഒരു ഔദ്യോഗിക പത്രക്കുറിപ്പിൽ പറഞ്ഞു. അതുപോലെ തന്നെ കങ്കണ എന്താണോ കർഷകരെ പറ്റി പറഞ്ഞത് അതിനോട് വിയോജിക്കുന്നു എന്നും BJP പറഞ്ഞു വെച്ചു. പക്ഷേ BJPക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? പാർലമെൻറ്റിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ കർഷകരെ പറ്റി പറഞ്ഞ ചില പരാമർശങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആന്തോളൻ ജീവി എന്നാണ് അദ്ദേഹം കർഷകരെ ആക്ഷേപിച്ചത്. പാർലമെൻറ്റിൽ ഒരു ചർച്ച നടക്കുമ്പോൾ ആന്തോളൻ ജീവി എന്ന് പറഞ്ഞാൽ പ്രക്ഷോഭം നടത്തി ഉപജീവനം കഴിക്കുന്ന ആളുകൾ എന്നാണ്. മറ്റൊരു വാക്ക് അദ്ദേഹം പറഞ്ഞത് പരാന്നഭോജി എന്നാണ്. അതായത് മറ്റുള്ളവരുടെ ഭക്ഷണം അത് ഊറ്റിയെടുത്ത് ജീവിക്കുന്ന പാരസൈറ്റ് എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ
നമ്മുടെ കർഷകരെ പറ്റി പറഞ്ഞ ആക്ഷേപകരമായ വാക്കുകൾ. വാസ്തവത്തിൽ ഇതാണ് കങ്കണയെപ്പോലുള്ളവർക്ക് കിട്ടുന്ന ലൈസൻസ്. പ്രധാനമന്ത്രിക്ക് അങ്ങനെ പാർലമെൻറ്റിൽ പറയാമെങ്കിൽ എന്തുകൊണ്ട് കങ്കണ റണൌട്ടിന് പരസ്യമായി പറഞ്ഞുകൂടാ? എവിടെ നിന്ന് ലൈസൻസ് കങ്കണയ്ക്ക് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ദാ ഇവിടെ നിന്നാണ് ആ ലൈസൻസ് എന്ന് പറയേണ്ടി വരുന്നു. ഇത് കങ്കണയുടെ പ്രസ്താവന വലിയ വിവാദമായപ്പോൾ AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഓർമ്മിപ്പിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇത് BJPയുടെ നയത്തിൻ്റെ തുടർച്ചയായിട്ടാണ് കങ്കണ കർഷകർക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയത് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. കങ്കണയെ അവർ സിനിമാ രംഗത്ത് നിന്ന് കണ്ടെടുത്തുകൊണ്ട് വന്നതാണ്. സ്മൃതി ഇറാനി പോരാ, അവരെപ്പോലെ കൂടുതൽ ആളുകൾ വേണം എന്ന് ചിന്തിച്ചതിൻ്റെ ഫലമാവാം. അങ്ങനെയുണ്ട് ചില രാഷ്ട്രീയ പാർട്ടികളിൽ ആളുകളെ ആക്ഷേപിക്കാൻ, അല്ലെങ്കിൽ ചില വൃത്തികെട്ട ജോലികൾ ചെയ്യാൻ, ഡർട്ടി ജോബ്സ് എന്ന് പറയും, അതൊക്കെ ചെയ്യാൻ അവർക്ക് ചില ആളുകൾ വേണം. അതിന് പറ്റിയ ഒരാളായിരുന്നു സ്മൃതി ഇറാനി. അവരുടെ പ്രധാന ജോലി രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കുക, അപമാനിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ സ്മൃതി ഇറാനി തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി. ആ ഒരു വിടവ് നികത്താൻ ശ്രമിക്കുകയാണ് കങ്കണ റണൌട്ട്. ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാ വിഷയങ്ങളിൽ ഇടപെടുകയും. സ്മൃതി ഇറാനി ഒരു ചെറുകിട നടിയായിരുന്നു. ഇവരങ്ങനെയല്ല, ഇമ്മിണി വലിയ വൻകിട നടിയാണ്. അവർക്ക് പത്മശ്രീയൊക്കെ നൽകി വളർത്തിക്കൊണ്ടുവരികയാണ് BJP ചെയ്തത്. ഇപ്പോൾ ഏറ്റവും അവസാനം അവരുടെ ഒരു ഉപയുക്തത മനസ്സിലാക്കിക്കൊണ്ട് അവർ പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്ന് തോന്നിയപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിലെ മണ്ഡി എന്ന നിയോജക മണ്ഡലത്തിൽ, ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് ലോക്സഭയിൽ എത്തിച്ചിരിക്കുകയാണ്. രജപുത്ര വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് കങ്കണ റണൌട്ട്. അവർക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡിയിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ചിരിക്കുകയാണ്. പ്രചാരണ സമയത്തും പിന്നീടും അവർ തുടർച്ചയായി രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തപ്പോൾ BJP നേതൃത്വം ഒന്നും പറഞ്ഞില്ല, മിണ്ടിയേയില്ല, നടക്കട്ടെ എന്നാണ് കരുതിയത്. സ്മൃതി ഇറാനി തോറ്റപ്പോൾ നമുക്ക് കങ്കണയെ കിട്ടിയല്ലോ എന്ന് മനസ്സാ സന്തോഷിക്കുകയാണ് അവർ ചെയ്തത്. പക്ഷേ ഇപ്പോൾ കർഷകരെ പറ്റിയാണ് പറഞ്ഞത്. കർഷകരെ പറ്റി പറയുന്നതിൽ BJPക്ക് മനോവിഷമമൊന്നുമില്ല കേട്ടോ. നമ്മുടെ പ്രധാനമന്ത്രി മോദി അവരെ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച വാക്കുകൾ നമ്മൾ നേരത്തെ കണ്ടു. കർഷകരോടുള്ള സ്നേഹം കൊണ്ടല്ല. പക്ഷേ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് വരിക, ഈ വർഷം തന്നെ അവിടെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് വരിക. ഹരിയാന എന്ന് പറഞ്ഞാൽ കർഷകർ ബഹുഭൂരിപക്ഷമുള്ളൊരു സംസ്ഥാനമാണ്. കങ്കണയുടെ പ്രസ്താവനയുമായി അവിടെ ചെന്നാൽ വോട്ടിന് പകരം മറ്റെന്തെങ്കിലും ആയിരിക്കും കിട്ടുക എന്ന് BJP നേതൃത്വത്തിന് നല്ല ഉറച്ച ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവരിപ്പോൾ തൽക്കാലത്തേക്ക് കങ്കണയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. കിസാൻ മസ്ദൂർ മോർച്ചയുടെ നേതാവായ സർവൻ സിംഗ് പറഞ്ഞത് ഇവരൊരു സ്ഥിരം കുറ്റവാളിയാണെന്നാണ്. ഹാബിച്വൽ ഒഫൻഡർ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. നേരത്തെയും കങ്കണ കർഷക സമരത്തെ ആക്ഷേപിച്ചിട്ടുണ്ട്, കർഷകരെ അവമാനിച്ചിട്ടുണ്ട്. അവരൊരിക്കൽ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് സമയത്താണ് 100 രൂപ കൊടുത്താൽ ഈ സമരം ചെയ്യുന്ന കർഷകർക്കൊപ്പം ഇരിക്കാൻ സ്ത്രീകളെ കിട്ടുമെന്ന്. 100 രൂപ വാങ്ങിക്കൊണ്ടാണ് ഹരിയാനയിലെയും പഞ്ചാബിലെയും പടിഞ്ഞാറൻ UPയിലെയും കർഷക വനിതകൾ, കർഷക കുടുംബത്തിലെ സ്ത്രീകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് എന്നാണ്. ആ പ്രസംഗമൊക്കെ കഴിഞ്ഞു, അവർ ജയിച്ചു. ആ വിജയലഹരിയിൽ ഡൽഹിയിലേക്ക് വിമാനം കയറാനായി ചണ്ഡീഗഡ് വിമാനത്താവളത്തിലെത്തി കങ്കണ. അവിടെ ഒരു കർഷകരക്തം സിരകളിലോടുന്ന പെണ്ണൊരുത്തി, ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു CISF കോൺസ്റ്റബിള് കങ്കണയെ കണ്ടപാടെ ഈ വാക്കുകൾ ഓർത്തു ചെകിട്ടത്ത് ഒറ്റ പെട വെച്ചു കൊടുത്തു. കുൽവീന്ദർ സിംഗ് കൗർ എന്നായിരുന്നു അവരുടെ പേര്. ആ കോൺസ്റ്റബിളിൻ്റെ അമ്മ കർഷക സമരത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇതുപോലെ നേരത്തെ പലരെയും കങ്കണ ആക്ഷേപിച്ചിട്ടുണ്ട്. നെഹ്റുവിൻ്റെ അച്ഛനായ മോത്തിലാൽ നെഹ്റു, അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് അക്കാലത്തെ അംബാനിയായിരുന്നു മോത്തിലാൽ നെഹ്റു എന്നാണ്. എന്നിട്ട് അതിൻ്റെ തുടർച്ചയായി പറഞ്ഞു, മോത്തിലാൽ നെഹ്റുവിന് ഇത്രയും പണം എവിടെ നിന്ന് കിട്ടി എന്ന് മാത്രം അറിയില്ല എന്ന്. മോത്തിലാൽ നെഹ്റു അന്ന്
ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3-4 അഭിഭാഷകരിൽ ഒരാളായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി പോലും കേസുകൾ വാദിച്ചിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചാണ് കങ്കണ പറഞ്ഞത്, അദ്ദേഹത്തിന് എവിടെ നിന്ന് പണം കിട്ടി എന്ന് മാത്രം അറിഞ്ഞുകൂടാ എന്ന്. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് രാഹുൽ ഗാന്ധിയെക്കുറിച്ചും അതുപോലെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനെ പറ്റിയും RJD നേതാവ് തേജസ്വി യാദവിനെ പറ്റിയുമൊക്കെ വളരെ അപമാനകരമായ രീതിയിൽ അവർ സംസാരിച്ചിട്ടുണ്ട്. ഈ തേജസ്വി യാദവിനെ അവർ വിമർശിക്കുമ്പോൾ രസകരമെന്ന് പറയട്ടെ, അവരുപയോഗിച്ചത് തേജസ്വി സൂര്യ എന്ന പേരാണ്. അത് കർണാടകയിലെ ഒരു BJP നേതാവാണ്. തേജസ്വി യാദവും തേജസ്വി സൂര്യയും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാതെയാണ് അവർ ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചത് എന്ന് ഓർക്കണം. അതിനുശേഷം ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസിദ്ധമായ ചക്രവ്യൂഹ പ്രയോഗമുണ്ടല്ലോ, മോദി സർക്കാർ ഇന്ത്യൻ ജനതയെ ചക്രവ്യൂഹത്തിൽ അകപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ ആ പ്രസംഗം, അത് BJPക്കാരെ വല്ലാതെ വിരളി പിടിപ്പിച്ച ഒരു പ്രസംഗമായിരുന്നു. അതിനുശേഷം ഈ സ്ത്രീ പറഞ്ഞത് രാഹുൽ ഗാന്ധി മദ്യപിച്ചിട്ടാണ് പാർലമെൻറ്റിൽ ലോക്സഭയിൽ വരുന്നതെന്നാണ്, അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിച്ചിട്ടാണെന്നാണ്. പിന്നീട് ഒരു പാർലമെൻറ്റിന് പുറത്ത് പറഞ്ഞു രാഹുൽ ഗാന്ധി മയക്കുമരുന്ന് കഴിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ടെസ്റ്റ് നടത്തണമെന്ന്. ഇതാണ് കങ്കണ റനൌട്ട് എന്ന് പറയുന്ന BJPയുടെ പുതിയ കണ്ടുപിടുത്തത്തിൻ്റെ യഥാർത്ഥ മുഖം. ഇവിടെ ഇപ്പോൾ അവരുടെ പ്രസ്താവനയെ BJP തള്ളിപ്പറഞ്ഞെങ്കിലും വാസ്തവത്തിൽ അത് BJPയുടെ കർഷക വിരുദ്ധ നയത്തിൻ്റെ, അവരെ അവമാനിക്കുന്ന സമീപനത്തിൻ്റെ തുടർച്ചയാണ് എന്ന് ഇന്ത്യക്കാർ മുഴുവൻ മനസ്സിലാക്കുന്നുണ്ട്. BJPയും കങ്കണയും ഇന്ത്യയിലെ കർഷകരുടെ ഹൃദയത്തിൽ വളരെ ആഴത്തിലുള്ള മുറിവുകളാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഈ വിഷയം കഴിഞ്ഞ ദിവസം ഉന്നയിക്കുകയുണ്ടായി. അദ്ദേഹവും പറഞ്ഞത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ BJPയുടെ കർഷക വിരുദ്ധ നയത്തിൻ്റെ തുടർച്ചയാണ് ഇതെന്നാണ്. 378 ദിവസങ്ങൾ അവർ പ്രക്ഷോഭത്തിലായിരുന്നു. അക്കാലത്ത് അവർക്ക് 700 കർഷകരെ, പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളുകളെ നഷ്ടപ്പെട്ടു. ദീർഘകാലം അവരുടെ കൃഷി മുടങ്ങി. എന്നിട്ടും എന്തെങ്കിലും അനുകൂലമായ ഒരു നടപടി സ്വീകരിക്കുന്നതിന് സർക്കാർ തയ്യാറായിട്ടില്ല. ഈ രക്തസാക്ഷികളായ ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു ആശ്വാസം എത്തിക്കുന്നതിന് സർക്കാർ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ്, താങ്ങുവില, അത് തീരുമാനിക്കുന്നത് സംബന്ധിച്ചൊരു കമ്മിറ്റിയെ വയ്ക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും അത് സംബന്ധിച്ച നിർദ്ദേശം കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കുകയാണ്. കിസാൻ മസ്ദൂർ മോർച്ചയുടെ നേതാവ് സർവൻ സിംഗ്, അദ്ദേഹം ഇതേപ്പറ്റി പ്രതികരിച്ചതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. അദ്ദേഹം ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇതായിരുന്നു: ഇത് RSSൻ്റെ ആസ്ഥാനമായ നാഗപ്പൂരിൽ തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമാണോ എന്ന്, അത് കങ്കണ ഇവിടെ വായിക്കുകയാണോ ചെയ്തത് എന്ന് അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി. പറഞ്ഞല്ലോ, രാജ്യത്തെ അന്നമൂട്ടുന്നവരാണ് ഈ കർഷകർ. നല്ല ആത്മാഭിമാന ബോധം ഉള്ളവരാണ്. ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ കങ്കണ റനൌട്ടിൻ്റെ ചെകിളത്ത് പതിച്ച കാർഷിക രോഷം, കർഷകരുടെ രോഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ വോട്ട് പെട്ടിയിലും സംഭവിച്ചു കൂടായിക ഇല്ല.